ഫ്രണ്ട്സ് ഇന്നതൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Yamaha RX-G സെയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതിലെന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വണ്ടി ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. വണ്ടിയുടെ ഒരു പേപ്പർ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ 1995 മോഡൽ Yamaha RX-G ആണ് വണ്ടി. നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓണറാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ 18 ഇഞ്ചിൽ MRF-ൻ്റെ ഒരു ടയറാണ് വണ്ടിയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ റിമ്മ് നോർമൽ 318 റിമ്മല്ല, റിമ്മ് ലേശം വീതി കൂടിയ റിമ്മാണ്. അതുപോലെ തന്നെ പൾസറിൻ്റെ ഫോർക്കിൽ ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക് പ്ലേറ്റും അതുപോലെ തന്നെ പൾസറിൻ്റെ കാലിപ്പറും അതുപോലെ തന്നെ പൾസറിൻ്റെ മാസ് സിലിണ്ടറുമാണ് വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഹബ്ബ് യൂസ് ചെയ്തേക്കുന്നത് പൾസറിൻ്റെ ഹബ്ബാണ്. അതുപോലെ തന്നെ പൾസറിൻ്റെ ഹബ്ബിൽ ഗ്ലാഡിയേറ്ററിൻ്റെ പ്ലേറ്റ് ചെയ്യാൻ പാകത്തിനൊരു ഹാഫ് ഹബ്ബ് കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഡിസ്ക് ചെയ്തേക്കുന്നത്. അതുപോലെ പിനിയൻ്റെ സെക്ഷൻ വരുമ്പോൾ വണ്ടിയിൽ പൾസറിൻ്റെ തന്നെ പിനിയനാണ് കൊടുത്തേക്കുന്നത്. നിലവിൽ മീറ്റർ കേബിൾ ഇട്ടിട്ടില്ല. 4 ഇൻഡിക്കേറ്റേഴ്സും 100ൻ്റെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ വേറെ ഓൾട്ടർ ചെയ്തിട്ടൊന്നുമില്ല. സ്റ്റോക്ക് വരുന്ന RX-ൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മീറ്ററും 100ൻ്റെ മീറ്റർ തന്നെയാണ് ഇതിൽ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ 100ൻ്റെ മീറ്റർ തന്നെയാണ് യൂസ് ചെയ്തത്. മീറ്റർ എല്ലാം വർക്കിംഗ് ആണ്. സ്പീഡോമീറ്റർ മാത്രം കേബിളിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ RD350യുടെ ആ ഒരു വൈഡ് ഹാൻഡിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മിറർ 100ന് സ്റ്റോക്ക് വരുന്ന തന്നെ ആ ഒരു റൗണ്ട് മിററാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ക്രാഷ് കാർഡ് 100ൻ്റെ സ്റ്റോക്ക് തന്നെയാണ്. ബട്ടർഫ്ലൈ വലിയ ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് സ്റ്റോക്ക് വരുന്ന ക്രാഷ് കാർഡ് തന്നെയാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് വണ്ടിയുടെ ഒരു മാറ്റം വരുന്നത്. വണ്ടി RX-G 135 ആണ്. പക്ഷേ നമ്മൾ എൻജിൻ സ്പെയറുകളെല്ലാം മാറ്റി നമ്മൾ 100ൻ്റെ സിലിണ്ടർ അതുപോലെ തന്നെ അതിൻ്റെ ക്രാങ്ക് പിസ്റ്റൺ അങ്ങനെ ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ ഗിയറിൻ്റെ ഭാഗങ്ങളെല്ലാം 100ൻ്റെ കയറ്റി. ആക്ച്വലി ഇപ്പോൾ വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ 100 ഓടിക്കുന്ന ആ ഫീൽ തന്നെയാണ് വണ്ടി. ആക്ച്വലി ഇപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ വണ്ടി 100 ആണ്. അതുപോലെ തന്നെ കാർബറേറ്ററൊക്കെ ഒറിജിനൽ കാർബറേറ്ററാണ്. മെയ്ഡ് ഇൻ ജപ്പാൻ വരുന്ന ഒരു കാർബറേറ്റർ തന്നെയാണ് വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. കാർബറേറ്ററും കാര്യങ്ങളൊന്നും മാറ്റിയില്ല, സ്റ്റോക്ക് വരുന്നത് തന്നെയാണ്. അതുപോലെ സൈലൻസറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലേറ്റ് ചെയ്ത സൈലൻസറാണ്. നമ്മളതിൻ്റെ ഫ്ലൂട്ട് സ്റ്റോക്ക് തന്നെ ഫ്ലൂട്ട് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും അലമ്പ് സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും വണ്ടിയിലുണ്ട്. അതുപോലെ റിയർ ഷോക്കിലേക്ക് വരുമ്പോൾ ഇത് ബജാജ് സിറ്റി 100 എന്ന ഷോക്കാണ്. അപ്പോൾ ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണും. അപ്പോൾ ഷോക്കിൻ്റെ കേസ് പറയുമ്പോൾ ബാക്ക് സിറ്റി 100ൻ്റെ ഷോക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് ഹബ്ബെല്ലാം RX-ൻ്റെ സ്റ്റോക്ക് തന്നെയാണ്. അതിൽ നമ്മൾ 17 ഇഞ്ച് റിമ്മിൽ 17 ഇഞ്ച് ടയർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. 317ൻ്റെ ടയറാണ് ബാക്കിൽ യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് ടയർ പുതിയ ടയറാണ്. ടയറിൻ്റെ ഭാഗം ഇങ്ങനെയാണ്. അതുപോലെ കാരിയർ സെക്ഷനിലേക്ക് വരുമ്പോൾ 35ൻ്റെ കാരിയറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ടൈൽ ലാമ്പ് 100ൻ്റെ തന്നെയാണ്. അതുപോലെ ഇൻഡിക്കേറ്ററും ബാക്ക് 100ൻ്റെ ഇട്ടേക്കുന്നത്. അതുപോലെ ചെയിൻ കവർ യൂസ് ചെയ്തേക്കുന്നത് ഇത് യൂണിവേഴ്സലായിട്ട് വരുന്നുണ്ടോ തോന്നുന്നു. അത് ട്വിസ്റ്ററിന് വരുന്ന ഒരു അതിൻ്റെ ടോപ്പിൽ വരുന്ന ചെയിൻ കവറാണെന്ന് തോന്നുന്നു. ഈ ഒരു ഫിറ്റിംഗ് ഡയറക്റ്റ് ഫിറ്റാണ്. ഈ ഒരു ഫിറ്റിംഗ് ഡയറക്റ്റ് ഫിറ്റല്ല, നമ്മൾ ഹോൾ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ചെയിൻ കവറിൻ്റെ കേസ് ഇങ്ങനെയാണ്. അതുപോലെ സീറ്റിൻ്റെ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ സീറ്റിനുള്ള കുഷ്യനൊക്കെ നല്ല പുതിയ സീറ്റും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റോക്ക് വരുന്ന രീതി തന്നെ. അതിൽ ഡിസൈനും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. സീറ്റും സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരു മെറ്റാലിക് സ്കൈ ബ്ലൂ കളർ പെയിൻറ്റിങ്ങാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റിലുള്ള പെയിൻറ്റാണ് ചെയ്തേക്കുന്നത്. ഒരു 3 കൊട്ട് ക്ലിയർ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം നീറ്റാണ്. ജസ്റ്റ് ഒരു പോളിഷ് ചെയ്യേണ്ട ഒരു കേസും കൂടി ഉണ്ട്. പെയിൻറ്റിങ് എല്ലാം പക്കയാണ്. പെയിൻറ്റിങ് സെക്ഷൻ വരുമ്പോൾ എൻജിൻ്റെ ഭാഗം നമ്മൾ മാറ്റ് ബ്ലാക്കും ഗ്ലോസി ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചത്. അപ്പോൾ ഒരുപാട് നരച്ച് പോകേണ്ട, അതുപോലെ തന്നെ ഒരുപാട് ഗ്ലോസി ആവേണ്ട എന്നുള്ള രീതിയിലാണ്
അങ്ങനെ മിക്സ് ചെയ്തടിക്കാനുള്ള കാരണം എഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തുണ്ട്. ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒരു കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ആ ഒരു പെയിൻ്റ് ഒരു കോമ്പിനേഷൻ കളർ ഷോക്കപ്പിലേക്ക് അടിച്ചിട്ടുണ്ട്. അതുപോലെ മോണോഗ്രാമിൻ്റെ സെക്ഷൻ വരുമ്പോൾ ടാങ്കിൽ യമഹ എന്ന് പറയുന്ന ഒറിജിനൽ മോണോഗ്രാം, അതുപോലെ തന്നെ സൈഡ് പാനലിൽ RXG എന്നുള്ളൊരു മോണോഗ്രാമും, അതുപോലെ തന്നെ RXGക്ക് വരുന്ന ഒരു ഗോൾഡൻ കളർ ഫ്രണ്ട് യമഹ എഴുതിയ ഒരു മോണോഗ്രാമും വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വണ്ടി സെയിലിനാണ്. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റ ID താഴെ കൊടുക്കുക. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ അതുപോലെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, വണ്ടിയുടെ റേറ്റും കാര്യങ്ങൾ അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാനപ്പോൾ ഇൻസ്റ്റ ID താഴെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടിയുടെ സൗണ്ടും ജസ്റ്റ് കേൾപ്പിച്ചു തരാം.